എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് ബ്ലോക്കിൽ അവിടുത്തെ AC പ്രവർത്തിക്കാതായിട്ട് 1 മാസമായി കേട്ടോ. രോഗികൾ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ല. കടുത്ത ചൂടിൽ ചുട്ടുപൊള്ളി രോഗികൾ വലയുകയാണ്. വിയർത്ത് തളരുന്ന രോഗികൾക്ക് ഡയാലിസിസ് നിർത്തിവെക്കേണ്ടി വരുന്ന അവസ്ഥയുമുണ്ട്. ലേബി സജീന്ദ്രൻ വ്യക്തമാക്കും എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിൽ AC പ്രവർത്തിക്കാതായിട്ട് 1.5 മാസം കഴിഞ്ഞു. രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. വളരെ പ്രയാസത്തിലാണല്ലേ? അതെ, ഭയങ്കര പ്രയാസത്തിലാണ്. ഞങ്ങൾ 1.5 മാസവും ഞങ്ങളിവിടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടെ പോയി സംസാരിച്ച്, പക്ഷെ അവർ ഇതുവരെ ഒരു പരിഹാരം വരുത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവരെല്ലാവരും ഒരു റൂമിലാണ് വർക്ക് ചെയ്യണത്, പിന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂട് വരുമ്പോഴേക്കും പ്രഷർ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇവരെ പിന്നെ ഇത് ഊരിയിടും. പിന്നെയും കുറേ കഴിയുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറഞ്ഞ് മതിയായി. 4 മണിക്കൂറുള്ളത് ചിലപ്പോൾ 5 മണിക്കൂർ കിടക്കേണ്ടി വരും. സഹിച്ച് മെഷീൻ കംപ്ലൈൻ്റ് ആയി പോണു. പിന്നെ അത്രയും നേരം ഞങ്ങൾ സഹിച്ച് കിടക്കുന്നു. അതായത് ഈ ചൂടത്ത് മെഷീൻ കേടാവുന്നു, ഇടയ്ക്ക് മെഷീൻ നിർത്തി വെക്കേണ്ടിയും വരുന്നു. നിർത്തി വെക്കുമ്പോൾ നമ്മൾ 4 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും. ഈ ഫാൻ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടുന്നുണ്ടോ? ഒരു ഗുണമില്ല. കാരണം അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ റൊട്ടേഷൻ പോലും ഇല്ല ഫാനിന്. ഇവിടെ നോക്കുക, ഇതൊക്കെ അടച്ച് വളരെ സുരക്ഷിതമായി തൊട്ടടുത്ത് എല്ലാവിധ രോഗികളും ഉള്ള സ്ഥലമാണ്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ബിൽഡിംഗാണ്. ഇവിടെ വളരെ സുരക്ഷിതമായി ഈ ജനലെല്ലാം ക്ലോസ് ചെയ്ത് ഇവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടതിൻ്റെ ഒരു ബാധ്യതയുമുണ്ട്. AC പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവിടെ എല്ലാ ജനലുകളും തുറന്നിട്ടിരിക്കുകയാണ്. അകത്ത് രോഗികൾ വീശിക്കൊണ്ട് കിടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത്രയും വയ്യാത്ത ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ 4 മണിക്കൂറാണ് ഡയാലിസിസ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് 4 മണിക്കൂർ എന്നുള്ളത് 5-6 മണിക്കൂറായി വരും. അപ്പോഴേക്കും ഈ ഷുഗർ പേഷ്യൻസാണ് മെയിനായിട്ട് ഡയാലിസിസ് ചെയ്യണത്. അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. പ്രഷർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നുണ്ട്. അവർക്ക് 4 മണിക്കൂർ കിടക്കുമ്പോഴത്തേക്ക് പിന്നെ ക്ഷീണമുണ്ട്. കുറേ ഭയങ്കര ദയനീയാവസ്ഥയാണ് കുറേ ആൾക്കാർ. വളരെ ദയനീയ അവസ്ഥ തന്നെയാണ്. ഇതിനുള്ളിൽ 2 നിലകളിലായിട്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. വലിയ കഷ്ടപ്പാടിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ എത്തുന്ന രോഗികൾ. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ കൊച്ചി. രോഗികൾ വലയുകയാണ്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനൊരു നടപടിയാക്കി കൊടുക്കണം. കാരണം ഡയാലിസിസ് ചെയ്യേണ്ട ആളുകളാണ് ഇങ്ങനെ വലയുന്നത് എന്നുള്ളത് കരുണയോടെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കട്ടെ.